ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. വാസുവിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് മണിക്കൂറുകൾ എടുത്താണ് ചോദ്യം ചെയ്തത്. കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. CPM-ന്റെ തന്നെ പല ഉന്നതരുടെയും വിവരങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. അന്വേഷണം വലിയ ഊർജിതമായല്ല, മന്ദഗതിയിലാണ് നടക്കുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്കുന്നു, മൊഴിയെടുക്കുന്നു, പിന്നെ വിടുന്നു. അതായത് ഇവർക്കൊക്കെ ആലോചിക്കാനും ഗൂഢാലോചന നടത്താനും ഒക്കെ ഉള്ള ഒരു സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. വലിയൊരു ഗൂഢാലോചന അഴിച്ചെടുക്കാനും ഉണ്ട്. കുറെ പേര് ഇതിൽ കുടുങ്ങും എന്നുള്ളത് വ്യക്തമല്ലേ? ഉറപ്പായിട്ടും. ഇതിനകത്ത് ഈ വാസു എന്ന് പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. വാസു എന്ന് പറയുന്ന ആളിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് അയാൾ ഒരു മോഷ്ടാവെന്നുള്ള ആളിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മോഷണത്തിൻ്റെ എല്ലാം വിവരം അറിയാവുന്ന ഒരാളായിട്ട് മാറാം. വിവേകാനന്ദയുടെ കൂട്ടാണ്. വിവേകാനന്ദ മൂട്ടിക്കത്തില്ലല്ലോ. വിവേകാനന്ദ മുമ്പിൽ കൂടെ സോണിയാഗാന്ധിയുടെ മരുമോനും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ മൂട്ടിക്കുന്ന പുള്ളി മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണല്ലോ പുള്ളി അത്യാവശ്യം കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയും വലിയ പദവികളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വാസു എന്ന് പറയുന്ന ആൾ ഒരുപക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇരിക്കുന്ന ആൾ, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് താല്പര്യമുള്ള ആളും അത്തരത്തിൽ ഇതിനകത്ത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ആളുമായതുകൊണ്ട് ഈ കൊള്ളകളുടെയൊക്കെ മൂകസാക്ഷിയാവാൻ സാധ്യതയുള്ള ഒരാളാണ് വാസു. അതിനകത്ത് അയാൾ ഇനി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം കൊള്ള നടത്തിയിട്ടുണ്ടോ, അതിനകത്ത് ചേർന്ന് നിന്നിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. നമ്മളുടെ ഒരു സങ്കല്പവും വാസുവിനെ പറ്റി പരിശോധിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇയാൾ 2019 ഈ പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഈ വിഷയം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ദേവസ്വം അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ബോർഡ്, ആ ബോർഡിനകത്ത് ഇരുന്ന അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് ഈ പറയുന്ന പത്മകുമാർ ഇരുന്ന സമയത്ത് ഈ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ആളാണല്ലോ ഇദ്ദേഹം. അതിനുശേഷം ഇദ്ദേഹത്തിന് ദേവസ്വം കമ്മീഷണറാക്കുകയും ഒരുപക്ഷെ ഈ പറയുന്ന വിഷയങ്ങൾക്കകത്ത് നമ്മൾക്കന്ന് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ വിഷയങ്ങൾ വന്നില്ലെങ്കിലും അന്നത്തെ പ്രസിഡന്റായിട്ടിരുന്ന പത്മകുമാറിന്റെ പേരിൽ പല അതൃപ്തികളും പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അത് AKG സെന്ററിനകത്ത് മാത്രം ഒതുങ്ങിയാൽ മതിയെന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു. അത് കോടികളുടെ കണക്കായിരുന്നു. ആ കോടികളുടെ കണക്കിനകത്ത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ 2 പാളിയുടെ കൊള്ളയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേറെ ചില തിരിമറികളുണ്ടായിരുന്നു. അപ്പം അന്ന് ഇത് ഒരു പക്ഷേ അവിടെ വളരെ കൃത്യമായിട്ട് അറിയിച്ചിരുന്ന ആൾ വാസുവായിരുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വാസുവിനെ ഈ പറയുന്നത് പോലെ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത്. അപ്പം അതിനുശേഷം 2024 വരുന്നു. അപ്പം നമ്മൾ പരിശോധിക്കേണ്ട ആ സമയത്ത് ഒന്നാം പിണറായിയുടെ ഗവൺമെന്റ്, കടകംപള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന മന്ത്രി, അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ ചില അലിഗേഷൻസ് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന് മാറ്റുന്ന ഒക്കെ ഉള്ള രീതിയിലേക്ക് വന്നായിരുന്നു. എന്റെ സമയത്ത് ഇതൊക്കെ നടന്നത് പുള്ളി തുറന്ന് സമ്മതിക്കുന്ന വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പുള്ളിക്ക് ഇതൊന്നും കാര്യമില്ല. അപ്പൊ അദ്ദേഹം ഒരു മന്ത്രി വരുന്നുണ്ട്, അദ്ദേഹത്തെ പറ്റി അലിഗേഷനുണ്ട്, ഇതാരും അറിഞ്ഞില്ല എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ആഴത്തിൽ ഇറങ്ങിയാണ് കാര്യങ്ങൾ ശബരിമലയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അറിയാതെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയനെ പോലും ശക്തമായിട്ടുള്ള ഒരു സംവിധാനങ്ങളുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ആ രീതിയിൽ എന്ത് നടത്തണമെങ്കിലും പാർട്ടി അറിയണമെന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയൻ അറിയണമെന്നും നിർബന്ധമുള്ള ഒരു പാർട്ടി, അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പ്രധാനമായിട്ടും എന്ത് ചലനമുണ്ടാക്കിയാലും അത് കേരളത്തെ ചലിപ്പിക്കാൻ രീതിയിലേക്ക് ശേഷിയുള്ള ഒരു അമ്പലത്തിനകത്ത് ഇത്തരത്തിൽ കൊള്ള നടത്തിയത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പൊ അന്നത്തെ മന്ത്രി ഉണ്ടല്ലോ കടകംപള്ളിയെ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് വെളിയിൽ നിന്നിട്ട്. കടകംപള്ളി കാണാതെ ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാ വരുന്നത്? അതിനുശേഷം ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് മന്ത്രി വേറെ ഒരു ആൾ വരുന്നുണ്ടല്ലോ. ആരാ? ഇപ്പൊ അദ്ദേഹം MP ആണ്. ആരാ? രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ വാസു വരുന്നുണ്ട്. അപ്പം ഈ വാസു വരുമ്പോഴും MP ആയിട്ടിരിക്കുന്ന രാധാകൃഷ്ണൻ വരുമ്പോഴും കടകംപള്ളി വരുമ്പോഴും അതിനുശേഷം ബോർഡുകൾ മാറി വരുമ്പോഴും ഈ കൊള്ള 2019 ശേഷം 2024 വരുമ്പോൾ ഇപ്പം ഇത് വെളിയിൽ വരുന്നൊരവസ്ഥ ഉണ്ടാവുകയും അതിനകത്ത് വെളിയിൽ വരുന്നതിന് കാരണക്കാരാകുന്നത് ദേവസ്വം ബോർഡിലെ കമ്മീഷണർ തന്നെ പരാതി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത് വലിയ വലിപ്പത്തിലുള്ള സാധനമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിക്ക് അതിനകത്ത് താല്പര്യം വരികയും കോടതി ഒരു കമ്മീഷനെ വെക്കുകയും അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിനകത്തോട് കൂടി ഒരു അന്വേഷണം പോലും ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്.
അത് ഒരുപക്ഷേ ഈ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തെന്ന് പറയുന്നു. അതിനുശേഷം ഇനിയിപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ട്, അതായത് പാർട്ടിയുടെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കൊണ്ട് മാറിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വളരെ ദീർഘമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു പത്തനംതിട്ടയിൽ. ആ ആളാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് അയാൾ CPM-ന്റെ പ്രമുഖമായിട്ടുള്ള നേതാവാണ് ആയിട്ടുള്ള നേതാവ്. ഇപ്പം വരുമ്പോൾ 2024 പ്രശാന്ത് വരുമ്പോഴും പ്രശാന്തിന്റെ പേരിൽ ഈ ആരോപണത്തിന് ശേഷം മാധ്യമങ്ങൾ കണ്ടെത്തുന്നത് വരുന്ന പ്രശാന്ത് അല്ല, ഇപ്പൊ ഇരിക്കുന്ന പ്രശാന്ത്. വരുമ്പോൾ പ്രശാന്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഇപ്പം 2 കൊല്ലം കൊണ്ട് പ്രശാന്ത് കുചേലനായിരുന്നു, ഇപ്പം കുബേരനാവുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് കൊള്ളയില്ലാതെ അല്ലെങ്കിൽ തിരിമറിയില്ലാതെ കാര്യങ്ങളില്ലാതെ ഇങ്ങനൊന്നും ഒക്കത്തില്ലല്ലോ. ഒരാളുടെ വളർച്ച, അത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വളർച്ച, ഇപ്പം ഇതുപോലെ ചില പൊസിഷനിൽ വരുമ്പോഴുള്ള വളർച്ച അതിനകത്ത് കൊള്ളയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊരു വലിയ ഗൂഢസംഘം തന്നെയുണ്ട്. അതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഗൂഢസംഘത്തെ പുറത്തു കൊണ്ടുവരൂ. ഈ ഗൂഢസംഘത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കോടതി ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അകത്തും കടന്നുകയറ്റം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിക്ക് വീണ്ടും കൂടുതൽ നിരീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു മന്ദഗതിയിലേക്കുള്ളൊരു പോക്ക് വരുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ നേതൃത്വം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കോടതി തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കുക. അതിനകത്ത് കടന്നു കയറാൻ പറ്റുമല്ലോ. സംവിധാനം വലിയ വലിപ്പത്തിലല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ക്ലെയിം വരുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടും ഒക്കെ വന്നാൽ അതിനകത്ത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തില്ലേ. അപ്പോൾ ഈ അന്വേഷണം എത്രത്തോളം സുതാര്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്നതോടെ ഗൂഢാലോചന വെളിച്ചത്ത് ഇതിനു മുമ്പുള്ള പല അന്വേഷണത്തിൻ്റെയും കൂട്ട് ഇതൊരു അന്വേഷണമായിട്ട് അങ്ങ് പോയി ഒരു പോറ്റിയും ഒരു മുരാരി ബാബു ഒരു സതീശനും ഒക്കെ ആയിട്ട് അങ്ങ് തീരുമോ എന്നുള്ള രീതിയിലേക്ക്. അത് വൃശ്ചികം 1-ാം തീയതി ഇതിനകത്ത് ലാസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണം, വിശദമായിട്ടുള്ള റിപ്പോർട്ട്. ആദ്യത്തെ റിപ്പോർട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. 1-ാം തീയതി എനിക്ക് തോന്നുന്നു 17-ാം തീയതി ഇല്ല, നവംബർ 17-ാണ് വൃശ്ചികം. അന്ന് ലാസ്റ്റ് റിപ്പോർട്ട് കൊടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ പുരോഗതിയിലേക്ക് എത്തുന്നില്ല, വീണ്ടും സമയം വേണമെങ്കിൽ അന്നാണ് സമയം കൊടുത്തിരിക്കുന്നത്. അന്ന് അവിടെ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്, ദീർഘമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഒരു കൊള്ളയുടെ അല്ലെങ്കിൽ വ്യാപ്തി അത്രത്തോളമുണ്ട്. അത്തരത്തിൽ പ്രമുഖരാണ് ഇതിനകത്തുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമേ മാത്രമേ ഈ പ്രതികളിലേക്ക് ചെല്ലാൻ സാധിക്കൂ. അതിനകത്ത് ആ ഒരു അർത്ഥത്തിലും ചില വിഷയങ്ങൾ അന്വേഷണം ഇതിനകത്ത് മന്ത്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഉന്നത ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ടെങ്കിൽ, ഈ പറയുന്ന MP ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരിലേക്ക് എത്താൻ വേണ്ട രീതിയിലുള്ള കൃത്യമായ എവിഡൻസ് കണ്ടെത്തി ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുകയും കോടതി അതിന് ഉത്തരവിടുകയും അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യം വരുമെങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരനെ മുരാരി തട്ടിയകത്തിട്ട് ഇനി പോറ്റിയെ തട്ടിയകത്തിട്ട് പോലെ അകത്തിടാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇത് എങ്ങനെ വന്നാലും MP MLA മന്ത്രിമാരും ഒക്കെയാണ്. അപ്പൊ അതിനുവേണ്ടിയാണോ താമസിക്കുന്നത്? നമുക്ക് 2 രീതിയിലും ചിന്തിക്കാം. അതോ ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ താമസിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരും. ഏതായാലും വാസുവിനെ ചോദ്യം ചെയ്യുന്നതിനകത്ത് നിന്ന്, വാസു അത്ര മോശക്കാരനല്ലല്ലോ. വാസു ഈ പറയുന്ന ഇരുന്ന പോസ്റ്റുകളൊന്നും അത്ര മോശമല്ല. വാസുവിന് അറിയാൻ വയ്യാത്ത കഥയുമില്ല. വാസു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസു അറിയാതെ കഥ പറയിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് ടെക്നിക്കലി ആണല്ലോ ചോദ്യം. വാസുവിനെ ഇങ്ങോട്ട് വിളിച്ചിരുത്തി അന്ന് ഒപ്പിട്ടായിരുന്നു പപ്പൻ ഒപ്പിട്ടായിരുന്നു അതെന്തോ അത് നമ്മൾ ശ്രദ്ധിക്കുമോ? അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. വാസുവിൻ്റെ അടുത്ത് ഒരു 10-200 ചോദ്യം. ഇപ്പം എല്ലാം സാങ്കേതികമായിട്ടാണ് ചോദിക്കുന്നത്. അടിയും പിടിയും വെടിയൊന്നുമില്ല. ഏതെങ്കിലും ആ ഇരിക്കുന്ന കസേരയിൽ വേണ്ട രീതിയിലുള്ള സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെളിയൊരു സ്ക്രീനും വെച്ചിട്ട് വാസുവിൻ്റെ അടുത്ത് ഒരു 200 ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട ഉത്തരം അതിനകത്തുനിന്ന് 200 ചോദ്യത്തിൻ്റെ ഉത്തരത്തിനകത്തുനിന്ന് കിട്ടും. വാസു വിചാരിക്കും ഇത് ലോഗിൻ ചോദിക്കുകയാണ്. അത് സാധാരണ ഇപ്പോൾ ടെക്നിക്കലി സയൻറ്റിഫിക്കലി ഉള്ള ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഏതാ? അപ്പോൾ ആ രീതിയിലേക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ചിലപ്പം വാസു വിചാരിക്കുക ഞാൻ എന്തിനകത്തെല്ലാം തൂങ്ങുന്നത്, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം, വരുന്നത് പോലെ വരട്ടെ, ഞാൻ ഈ മോട്ടിക്കാത്ത കാര്യത്തിനകത്ത് മോട്ടിച്ചില്ലെങ്കിൽ ഇനിയും ഈ വാസു വലിയൊരു മുഖം മൂടി ഇട്ട് നിൽക്കുന്ന ആളാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഏതായാലും ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1-2-3 മന്ത്രിമാരും MP-മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അകത്താകേണ്ടതായിട്ട് ഉള്ള ഒരു രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് പുറത്തു നിന്നൊരു സാധാരണക്കാരൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള ഒരു അമ്പലത്തിൽ ഒരു കൊള്ള, ഇത്രയും വലിയൊരു കൊള്ളയൊന്നും
ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ മൂരാരി ബാബുവിനും ഒരു മൂരി ബാബുവിനും ഒരു ഉണ്ണി ഉണ്ണ ഒറ്റയ്ക്കും ഒന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. ആരോട് പറയുക, നടക്കത്തില്ല. അതിനുള്ള ശേഷി അവർക്കില്ല, ധൈര്യം അവർക്കില്ല. ഇതിന് വലിയൊരു അല്ലെങ്കിൽ അത്തരത്തിൽ കുഴപ്പമില്ല, ചെയ്തോളാം, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പ്രാപ്തി ഉള്ളവർ ഇതിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കൊള്ളയാണ്. അതാണ് ഗൂഢാലോചന വെളിയിൽ വരണം. അത് വെളിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.